ഇതെന്താ ഇത്രയും ചോറ്? ഇപ്പൊ തന്നെ തടി അല്പം കൂടുതലാ. കൊളസ്ട്രോളിന്റെ ടെൻഡൻസി ഉള്ള ദേഹമാണെന്ന് ഡോക്ടർ ഒന്ന് പറഞ്ഞില്ലേ? ഏത് ഡോക്ടർ? എപ്പോ പറഞ്ഞു? ഒന്നും പറയണ്ട. 1 മാസത്തേക്ക് ഡയറ്റ് നന്നായിട്ട് നോക്കണം. വിഷ്ണുവിന് വല്ലതും പറ്റിയാല് ഏട്ടന് വല്ലതും പറ്റിയാല് എനിക്ക് വിഷമമുണ്ട്. ഇത്രയും ചോറ് കഴിച്ച് എങ്ങനെയാ ജീവിക്കുക? ഡാഡി ഒന്ന് വെറുതെ ഇരുന്നേ. ഡാഡിയാണ് ഈ ഏട്ടനെ കൊഞ്ചിച്ച് വഷളാക്കുന്നത്. എന്റെ ഭർത്താവിന്റെ ആരോഗ്യല്ലേ എനിക്ക് നോക്കിയല്ലേ പറ്റൂ. വിശക്കൂല്ലേ മോളെ? പട്ടിണി കിടന്ന് ചത്തുപോകും. പട്ടിണി കിടക്കാതിരിക്കാനേ ഒന്നാന്തരം വൈറ്റമിൻസ് ഉള്ള ജ്യൂസ് ഉണ്ട്. എന്നാ അത് കൊണ്ടുവാ. അവള് സ്നേഹമുള്ളവളാ. സ്നേഹമുള്ള കൈകൊണ്ട് ഇത് തന്നാലും അത് കഴിക്കാൻ ഒരു പ്രത്യേക രുചിയാ. ഷീ ഈസ് മൈ ഡോട്ടർ. അതെ അതെ, എനിക്ക് ഈ ചോറിനെക്കാട്ടിലും ഇഷ്ടം വൈറ്റമിൻ ഈ ജ്യൂസ്. നല്ല ഒന്നാന്തരം വിറ്റമിൻ ജ്യൂസാ. 10 വലിയ പാവയ്ക്ക പിഴിഞ്ഞുണ്ടാക്കിയതാ. ഡോക്ടർ പ്രത്യേകം പറഞ്ഞതാ. ഓർമ്മയുണ്ടല്ലോ അങ്കിൾ? എനിക്കൊന്നും വേണ്ട. You should drink. This is food as well as medicine. കുടിക്കാൻ പറയൂ ഡാഡി. കുടിച്ചോളൂ വിഷ്ണു. വിഷമൊന്നും അല്ലല്ലോ. കയ്പുണ്ടല്ലേ? കിടക്കുന്നതിന് മുമ്പ് ഒരു ഗ്ലാസ് പാല് കുടിച്ചിട്ട് കിടന്നാ കയ്പ് മാറി കിട്ടും. ഒരു നുള്ളു പഞ്ച വായിലിട്ടാ മതി. നീ എന്നെ പട്ടിണിക്കിടാന്ന് വിചാരിച്ചല്ലേ? നീ മനസ്സിൽ കാണുന്നതിന് മുമ്പ് ഞാൻ മാനത്ത് കാണും. ഗതികേട്ടിന് എനിക്ക് കുറച്ച് കാശിന് ആവശ്യമായിപ്പോയി. അതിന് വേറെ വല്ല വഴിയും കണ്ടിരുന്നെങ്കില് ഞാൻ നിന്നെയും ആ കൈമളുണ്ടല്ലോ അവനെയും കൊണ്ട് മൂക്കുകൊണ്ട് എന്ന് എഴുതിപ്പിച്ചേനെ. എന്നെ എടിപൊടിന്ന് വിളിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്റെ അടുത്ത് കൈ ചൂണ്ടി സംസാരിക്കുന്നത് ഞാനും പറഞ്ഞിട്ടുണ്ട്. എന്റെ പൊന്നെ ചക്കരെ തങ്കക്കുടം പഞ്ചാരക്കട്ടി പോയി ചേട്ടന് പാല് വാങ്ങിച്ചോട്ടോ. ചെല്ലേ മോളെ പാല്. ഉറങ്ങിയില്ലേ? പറയാൻ പോവാ മോനെ. പോയി കിടന്ന് ഉറങ്ങണം. പഞ്ചസാര ഇട്ടിട്ടുണ്ടല്ലോ, നോക്കട്ടെ. നല്ലോണം ഇട്ടിട്ടുണ്ട്. കിടന്നോ. വിശപ്പുണ്ടെങ്കിലേ വേഗം ഉറക്കം വരും. നീ ചെവിക്കുന്നുള്ളിക്കോ. ഈ പാല് കുടിച്ചതിന് നിന്നെ കൊണ്ട് ഇരട്ടി പണി ഞാൻ ചെയ്യിപ്പിച്ചില്ലെങ്കിൽ എന്റെ പേര് വിഷ്ണു എന്നല്ല.